കൂടുതൽ പിന്തുണ ഒരുപക്ഷെ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതിഷേധവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിദ്യാർത്ഥി സമൂഹത്തിന് ലഭിക്കുകയും ചെയ്യുന്നു. വിഷ്ണു പ്രസാദ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. വിഷ്ണു, ഈ പറഞ്ഞതുപോലെ തന്നെ BJP-യിൽ നിന്നുൾപ്പെടെ ഈ തരത്തിലുള്ള എതിർ ശബ്ദങ്ങൾ ഉയർന്നു വരുമ്പോഴും എന്തുകൊണ്ട് ഈ പ്രധാനെ സംരക്ഷിക്കാനുള്ള നീക്കം സർക്കാരിന് പ്രധാനില്ലാതെ പറ്റില്ല എന്നുള്ള ഒരു നിലപാട് സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പ്രതിഷേധം എത്രമാത്രം ശക്തമാകും? ഇന്ത്യ സഖ്യം ഒന്നടങ്കം ഈ ഡൽഹിയിൽ നടത്തുന്ന പ്രതിഷേധങ്ങൾ ഇന്നും അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസവും നടന്ന വൈകുന്നേരങ്ങൾ അല്ലെങ്കിൽ സായാഹ്നങ്ങൾ ഡൽഹി കണ്ടതാണ്. പാർലമെന്റിനകത്ത് ചോദ്യം ചോദിക്കാൻ അവസരം കിട്ടിയില്ലെങ്കിൽ അത് തെരുവിൽ ചോദിക്കുമെന്ന് തന്നെയാണ് ഇന്ത്യ സഖ്യത്തിലെ ഓരോ നേതാവും തീരുമാനമെടുത്തിട്ടുള്ളത്. പക്ഷെ അതിന്റെ തുടക്കം എന്ന് പറയുന്നത് ഇന്ത്യ സഖ്യം എന്ന നിലയിൽ ആ പ്രതിഷേധം തെരുവിലേക്ക് ഇറങ്ങുമ്പോൾ അതിന്റെ തുടക്കം എന്ന് പറയുന്നതിന് എന്തുകൊണ്ടും യോജിച്ച സ്ഥലം മഹാത്മാഗാന്ധിയുടെ സമാധി തന്നെയാണ്. കാരണം ഗാന്ധി വധവും അതോടൊപ്പം തന്നെ RSSും വലതുപക്ഷവും തമ്മിൽ വളരെയധികം ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അത്തരം ഒരു വേദി തന്നെ തെരഞ്ഞെടുത്തു. ഗാന്ധിജിയുടെ രക്തസാക്ഷിത്വം ഉണ്ടായ മണ്ണിൽ നിന്ന് അല്ലെങ്കിൽ അത് ആ രക്തസാക്ഷിത്വം പിറന്ന മണ്ണിൽ നിന്നാണ് ഇപ്പോൾ ഇന്ത്യ സഖ്യം ഒന്നടങ്കം ഒറ്റക്കെട്ടായ ഒരു ശപഥമെടുത്തിറങ്ങുന്നത്. ഈ പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിൽ ഇതിനുള്ള മറുപടി കേന്ദ്ര സർക്കാരിനെ കൊണ്ട് പറയിപ്പിക്കുന്നത്. എന്തായാലും നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് പോലെ ഈ റോഡ് മുഴുവൻ കോൺഗ്രസിന്റെയും അതോടൊപ്പം തന്നെ പ്രതിപക്ഷത്തിന്റെയും എല്ലാം തന്നെ പിന്തുണച്ചുകൊണ്ടിരുന്ന നിരവധി ആളുകളാണ് നിറഞ്ഞിരുന്നത്. രാഹുൽ ഗാന്ധിയും അതോടൊപ്പം തന്നെ മറ്റ് ഇന്ത്യ മുന്നണി നേതാക്കളും ഈ വഴിയിലൂടെ ബസ്സിൽ കടന്നു വരുമ്പോൾ അദ്ദേഹത്തെ സ്വീകരിക്കുന്നതിന് വേണ്ടി ഇവിടെ വലിയ രീതിയിൽ ഒരു ആൾക്കൂട്ടം ഉണ്ടാകുന്നു. നേരിടാൻ വേണ്ടി പോലീസിന്റെ സർവ്വസന്നാഹങ്ങളും ഉണ്ടായിരുന്നു. കാരണം CRPF-ന്റെ 30 യൂണിറ്റുകളെ അല്ലെങ്കിൽ 30 കമ്പനികളെ ഇന്നാണ് എയർലിഫ്റ്റ് ചെയ്ത് ഡൽഹിയിൽ എത്തിച്ചത് എന്ന് കൂടി ഓർക്കണം. CJP സമരത്തെ നേരിടാനായിരുന്നു അപ്പോൾ ഇവരെ എത്തിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും അത് ഗുണം ചെയ്തു കേട്ടോ. കാരണം ഡൽഹിയിൽ രാഹുൽ ഗാന്ധി വരുമ്പോൾ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാക്കൾ വരുമ്പോൾ ഈ പോലീസിനെല്ലാം അണിനിരത്തിക്കൊണ്ട് ഇവിടെ നിരോധനാജ്ഞ പുറപ്പെടുവിച്ചുകൊണ്ട് ഇവിടെ അടച്ചു കെട്ടാനുള്ള ഒരു ശ്രമം ഉണ്ടായിരുന്നു. പക്ഷെ പ്രവർത്തകർ ആദ്യം തന്നെ എത്തി അതെല്ലാം ക്ലിയർ ചെയ്ത് ആ ഒരു വഴിയെല്ലാം ക്ലിയർ ചെയ്ത് വെച്ചു. നേതാക്കൾ വന്നതോടുകൂടി ഇപ്പോൾ നമുക്കിവിടെ നിൽക്കുന്ന ഈ ഒരു ഗാന്ധി സ്മൃതിയിലേക്ക് ആ വാതിലുകൾ തുറന്ന് നേതാക്കളെ ആനയിക്കുകയും ചെയ്തു. തികച്ചും ജനാധിപത്യപരമായി ഗാന്ധിജിയുടെ മണ്ണിൽ എങ്ങനെയാണോ പ്രതിഷേധം ഉന്നയിക്കേണ്ടത് ജനാധിപത്യപരമായ രീതിയിലുള്ള പ്രതിഷേധം ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നതും ഗാന്ധി സ്മൃതി മണ്ഡപത്തിന് സമീപത്ത് നിന്നുള്ളതാണ്. വിഷ്ണു പ്രസാദാണ് വിവരങ്ങൾ നൽകുന്നത്.